വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കേരളം വരുത്തിവെച്ച ദുരന്തം എന്നാണ് വിമർശനം. പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത കയ്യേറ്റത്തിനും താമസത്തിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകി. അതിനിടെ കേന്ദ്രമന്ത്രിക്ക് മറുപടിയുമായി മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും രംഗത്തെത്തി. അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ഫലമാണ് വയനാട് നേരിടുന്നതെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വിമർശിച്ചു. ടൂറിസത്തിനായി പോലും സോണുകൾ ഉണ്ടാക്കിയില്ല. സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല. വയനാട്ടിലെ പരിസ്ഥിതി ലോല മേഖലയിൽ കയ്യേറ്റം നടന്നു. അനധികൃത കയ്യേറ്റത്തിനും താമസത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി നൽകി. പ്രാദേശിക രാഷ്ട്രീയക്കാർ അനധികൃത താമസത്തിന് നിയമവിരുദ്ധ സംരക്ഷണം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി. उसमें सबसे बड़ी बात है कि जो स्टेट गवर्नमेंट के प्रोटेक्शन में जिस प्रकार से इलीगल बस्तियां बसाई गई, इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए, उसका एक बहुत बड़ा नुकसान वहाँ पे हुआ. കുറ്റപ്പെടുത്തലിലൂടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി. ഇത്തരം കുറ്റപ്പെടുത്തലിലൂടെ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നെന്നും പിന്നോട്ട് പോകാനുള്ള ശ്രമത്തിന്റെ ആദ്യ സൂചനയായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന മനുഷ്യത്വമുള്ളവർക്ക് ചേർന്നതല്ലെന്നും സർക്കാർ ഇപ്പോൾ സംയമനം പാലിക്കുകയാണെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. ഇപ്പോൾ നടത്തേണ്ടതായിട്ടില്ലാത്ത അനുചിതമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. അത്രയും കാര്യത്തിൽ പറയാനുള്ളൂ. അതേസമയം കേന്ദ്ര വനം മന്ത്രിയെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്തെത്തി. ഇതെല്ലാം കാണിക്കുന്നത് ഗുരുതരമായ ലാപ്സ് ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഞങ്ങളാരും ഈ സന്ദർഭത്തിൽ അത് ഉയർത്തി കാണിച്ച് ഒരു പ്രസ്താവനകൾ ഇറക്കാത്തതിൻ്റെ കാരണം ഇതൊരു ദുരന്തമുഖമായതുകൊണ്ട്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിക്ക് ഉത്തരം പറയേണ്ടി വരും. പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് അനധികൃത താമസവും ഖനനവും ഒഴിവാക്കി സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കണം. ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിക്കണം. കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ടിൽ നിന്ന് സംസ്ഥാനം ഒഴിഞ്ഞുമാറുന്നുവെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. 24 ഡൽഹി.